ആ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്. അതായത് നെയ്യപ്പമാണ് എടുക്കുന്നത്. നെയ്യപ്പത്തിൻ്റെ ഒരു ചട്ടിക്കകത്ത് ഞാൻ വൈകുന്നേരമാണ്, അത് കാരണം വൈകുന്നേരത്തെ ഒരു കലക്കി വെക്കേണ്ടതാണ്. അതായത് ചട്ടിക്കകത്ത് വലിയ ചട്ടിക്കകത്താണ് തറവാട്ടിലൊക്കെ ഇത് ചെയ്യാറുള്ളത്. വലിയ കലത്തിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒത്തിരി അളവ് കാണുമായിരിക്കും. ഇവിടെ ഞാൻ ഒരു ചെറിയ ചട്ടിക്കകത്ത് ഒരു 3 പൂവമ്പഴവും എടുത്തിട്ടുണ്ട്. അതിന് 1/2 കിലോ മാവിനുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ 3 പൂവമ്പഴം പിന്നെ 1/2 കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഞെരടി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ അല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഇല്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് തലേദിവസമേ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം ഞെരടി ഒട്ടും തരിയില്ലാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ നമുക്കതെടുത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. ഈ ചെറിയതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞിരിക്കുന്ന തേങ്ങാക്കൊത്ത് കണ്ടോ? ഇത് ചെറുതാണ്. പൊടി പോലെ നല്ലവണ്ണം പൊടിയായിട്ട് അരിഞ്ഞിതെടുത്ത് തന്നെ ഇത് നെയ്ക്കകത്ത് തന്നെ ഇത് വറുത്തെടുക്കണം. അതാണ് അടുത്ത ജോലി. ഇതിൻ്റെ നെയ്ക്കകത്ത് വറുത്തെടുക്കുക. ഇത് ഇത്രയും മതിയാവും. 1/2 കിലോയ്ക്കാണെങ്കിൽ ഇത് മതിയാവും. കാരണം ഒത്തിരി കടിച്ചിട്ടും വലിയ കാര്യമില്ല. പിന്നെ ഇതാണ് അതിൻ്റെ ഇത് നന്നായിട്ട് ചുമപ്പിച്ചെടുക്കണം നെയ്ക്കകത്ത് അത് പിന്നെ എടുത്തിട്ട് മാവിനോട് ചേർത്ത് വെക്കുക. ഇനി മാവ് കലക്കാൻ അരിമാവ് ചേർക്കാനുള്ള സമയമായി. അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇത് കണ്ടോ, വലിയ ഗ്ലാസ്സിന് 1/2 കിലോ മാവാണ്, 1/2 കിലോ അരിമാവാണ്. ഇത് വറുത്തതും ചേർക്കാറുണ്ട്, പച്ചയായിട്ടും ചേർക്കാറുണ്ട്. ഞാൻ പച്ചയായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇതുണ്ട് ഇത്രയും കണ്ട അരിമാവ് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ കലക്കി ആദ്യം തന്നെ പഴവും ശർക്കരയെല്ലാം തലേദിവസമേ തന്നെ കലക്കി വെച്ചെന്ന് പറഞ്ഞല്ലോ. അതും അതിൻ്റെ അകത്ത് തന്നെ പെരിഞ്ചീരകവും ഞാൻ ചേർത്തിട്ടുണ്ട് മുഴുവനായിട്ട്. ഇതിന് ഞാൻ പെരിഞ്ചീരകവും ജീരകവും ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് തലേദിവസം തന്നെ ഈ ശർക്കരപ്പാനിക്കകത്തൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്നിട്ടൊരു 3 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായിത്തീരും. അന്നേരം എടുത്ത് നമുക്ക് ചൂടാം. ഇതിന് ഞാൻ പെരിഞ്ചീരകവും ജീരകവും ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് തലേദിവസം തന്നെ ഈ ശർക്കരപ്പാനിക്കകത്തൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്നിട്ടൊരു 3 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായിത്തീരും. അന്നേരം എടുത്ത് നമുക്ക് ചൂടാം. ഇപ്പോഴേ നെയ്യപ്പത്തിനുള്ള തേങ്ങ നെയ്യിൽ വറുക്കുകയാണ്. അത് നെയ്യ് ആയതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങ് വാങ്ങാനിടയാകും. മനസ്സിലായോ? ഇത് ശരിക്കും ഈ വിഭവം നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനും ഉണ്ടാക്കുന്ന നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടോ, എളുപ്പം ഇത് വഴണ്ട് കിട്ടും. ഇത് നന്നായിട്ട് വളരെ ചെറിയതായ രീതി കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ്. ഇതങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ച് നമ്മൾ ഇതിനകത്തോട് ചേർക്കും. എളുപ്പത്തിൽ ഇതങ്ങ് റെഡി. അതാണ് നെയ്യിൽ ചുടുന്നതിൻ്റെ ഒരു പ്രത്യേകത. എളുപ്പം അങ്ങ് ആകും. നല്ല മണവും കിട്ടും, രുചിയും ഉണ്ടാവും. പക്ഷെ നെയ്ക്ക് വില കൂടുതലായതുകൊണ്ടും അത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം അത് പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളിതിങ്ങനെ ഇത് വെളിച്ചെണ്ണയിലും മറ്റുള്ള എണ്ണയിലൊക്കെ ഉപയോഗിക്കുന്നു. അതായത് ഞങ്ങൾ തറവാട്ടിൽ ഇങ്ങനെയാണ് ചെയ്ത് കാണിക്കുന്നത്. അവർ എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഞാൻ നമ്മളെ കാണിക്കുന്നു. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നെയ്യിൽ ചെയ്യാനേ രുചി കൂടും. ബട്ടറിലോ നെയ്യിലോ ഒക്കെ ചെയ്യുമ്പം രുചി കൂടും. ഇപ്പം കണ്ടോ, അത് വെളിച്ചെണ്ണയിൽ എടുക്കുന്നതിനെക്കാട്ടി വേഗത്തിൽ ഫാസ്റ്റായിട്ട് ബ്രൗൺ ആയത് കണ്ടോ. ഇതാണ് ഇത് കണ്ടോ, നെയ്യിൽ വറുത്തത് അത് ആ മാവിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നെയ്യപ്പത്തിനുള്ള മാവിൻ്റെ അകത്തോട്ട് അത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നു. രുചിക്ക് വേണ്ടിയും
ഒരു ഇതായിട്ട് എന്താണ് ഇത്ര എള്ളൂടെ നമ്മൾ അതിൻ്റെ അകത്തോടെ അങ്ങ് ചേർക്കുക. കണ്ടോ, തീർന്നു. അതിൻ്റെ മിക്സിങ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക, ചുടുക എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ ഇത് ശർക്കരയും 3 പൂവമ്പഴവും എല്ലാം കൂടി ഞെരടി അതിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, അതിൽ ഒരു 1/4 സ്പൂണോളം എടുത്തിട്ട് അതും ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചു. രാവിലെ എടുത്തിട്ട് ആ മാവ് അരിപ്പൊടി അങ്ങോട്ട്, ഞാൻ പച്ച അരിപ്പൊടിയാണ് ചേർത്ത് വറുത്തും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതും ചേർത്തെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇപ്പം 3 മണിയാകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് അത് ചുടാൻ തുടങ്ങാൻ ശ്രമിക്കുകയാണ്. അതിന് മുമ്പായിട്ട് തേങ്ങ എല്ലാം ഇട്ടിരുന്നത്. ഇതിനിപ്പം ചുട്ടാൽ മതി. അതുകൊണ്ട് ഇവിടുന്ന് നെയ്യപ്പം ചുടുകയാണ്. ഒത്തിരി കുഴിയുള്ള പാത്രമല്ല, അത് കാരണം ഞാൻ ഓരോന്നേ ഇടുന്നുള്ളൂ. അതൊന്നും ഉണ്ടായി വരട്ടെ. നെയ്യുമാണ്, അതുകൊണ്ട് വേഗത്തിൽ റെഡി ആയിക്കോളും. നെയ്യിലാകുമ്പം സ്റ്റോറിങ് കപ്പാസിറ്റി കൂടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ, ഗസ്റ്റുകൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാവും. ഓരോന്നോരോന്നായിട്ടേ ചുടാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ, ഇതാണ് ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് തലേദിവസം വെച്ചാലത്തെ പൂവമ്പഴത്തിലൊക്കെ കുഴച്ച് വെച്ചാലത്തെ ഗുണം. അല്ലാതെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ തലേദിവസം ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ എടുത്തു, മാവ് ചേർത്തു, പിന്നെ 3 മണിയായപ്പം ചുടാൻ തുടങ്ങിയതാണ്. അത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നെയ്യ് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരുപാട് കാണാത്തത്. പിന്നെ എള്ളും തേങ്ങ വറുത്തതും കൂടെ ചേർത്ത്. അപ്പം ഞാൻ ഒരെണ്ണം നമ്മളെ ഒന്ന് സാമ്പിൾ കാണിച്ചതാണ്. ഇതെല്ലാം ചുട്ടെടുത്തതിന് ശേഷം കാണിക്കാമെന്നുള്ള താല്പര്യപ്പെടുന്നു. മുഴുവനും ചുട്ടെടുത്തതിന് ശേഷം സമയമെടുക്കും. കണ്ടോ, നെയ്യ് ചുടുമ്പോഴും അല്ല എണ്ണയിൽ ചുടുമ്പോഴും ഇത് വെന്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ, അത് താഴെ കിടക്കുന്ന സാധനം അത് പൊങ്ങി വരും, വീർത്തും വരും, പൊങ്ങിയും വരും. കണ്ടോ, വളരെ സോഫ്റ്റായ നെയ്യപ്പം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് വേഗണം, ആകെ ഒന്ന് വേഗട്ടോ. അതിനാണ് നന്നായിട്ട് തീയിലിട്ടിരിക്കുക. ഇവിടെ നല്ല നെയ്യുടെ നറുമണമുണ്ട്. ഇങ്ങനെയാണ് എടുക്കുന്നത്. വളരെ താമസമാണ്. ചെറിയ പാത്രമായതുകൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണം എടുക്കാൻ പറ്റത്തില്ല. ഓരോന്നും ചുട്ടെടുക്കണം. കണ്ടോ, നല്ല സോഫ്റ്റായ, നല്ല പൊങ്ങി വരുന്ന നെയ്യപ്പം. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അത് ഒത്തിരി മാവാവരുത്. ഞാൻ ഒന്ന് കാണിക്കാം. വേണ്ട,
ഉണ്ടോ, പരത്തൊന്നുമില്ല. നമ്മൾ നേരെ ആ എണ്ണയിലോട്ട് അങ്ങ് ഒഴിക്കത്തേ ഉള്ളേ. പിന്നെ അതിങ്ങനെ അങ്ങ് വെന്ത് കഴിയുമ്പോൾ അത് തന്നെ പൊങ്ങി വരും, അങ്ങ് പൊള്ളിച്ച് വരും. ഇതുകൊണ്ട് നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പം, നല്ല തൊട്ടാൽ നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല വലിയ ഹാർഡല്ലാത്ത നല്ല നെയ്യപ്പം റെഡിയായിരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.